ഹലോ ഗൈസ്, നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്ന ഫോണാണ് റെഡ്മി 8. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ കംപ്ലൈൻ്റാണ്. ഇതൊരു താത്തയുടെ ഫോണാണ്, അതൊക്കെ നല്ല അർജൻറ്റാണ്. അപ്പോൾ നമ്മളടുത്ത് സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഇട്ടുതരാമെന്ന് പറഞ്ഞു. ടച്ച് അടക്ക് മൊത്തം ഓട്ടോമാറ്റിക്കാണ്, സൈഡിൽ മൊത്തം ബ്ലാക്ക് പാഡാണ്. ഓക്കെ, നമുക്കിന്ന് ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റാം. എങ്ങനെ ഡിസ്പ്ലേ മാറ്റാമെന്ന് കാണാം. ആദ്യം നമുക്ക് ബാക്ക് ഡോർ ഊരാം. അങ്ങനെ ഊരെടുത്തു. അപ്പോൾ മെല്ലെ സ്ക്രൂ കാര്യങ്ങൾ ഊരെടുക്കാം നമുക്ക്. താത്തയുടെ കയ്യിൽ നിന്ന് റോഡിൽ വീണതാ, പെട്ടെന്ന് പൊട്ടി, അങ്ങനെ ഡിസ്പ്ലേ പോയി. ഓക്കെ, സ്ക്രൂ കാര്യങ്ങൾ എടുക്കാം. സ്ക്രൂ കാര്യങ്ങൾ കുറേ ഉണ്ട്, പക്ഷെ കുറച്ച് എടുക്കേണ്ടി വരും. നമ്മൾ കുറഞ്ഞ റേറ്റിൽ അതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തു. അങ്ങനെ അറിയുന്ന ആൾക്കാരാവുകൊണ്ട് നമ്മൾ കുറഞ്ഞ റേറ്റിൽ ചെയ്യാറുണ്ട്. അടിയിൽ സ്ക്രൂ കാര്യങ്ങൾ ഊരിയെടുക്കാം നമുക്ക്. ബോർഡൊക്കെ ഫ്രഷാണ്, അയച്ചിട്ടില്ല ബോർഡൊന്നും. എൻ്റെ 8യുടെ ഫോണിന് കംപ്ലൈൻറ്റ് വരുന്നത് നെറ്റ്വർക്ക് ഐ സി ആണ്. ഇപ്പോൾ അധികം മോഡലിൽ വരുന്ന പ്രശ്നമാണ് നെറ്റ്വർക്ക് ഐ സി 8യുടെ മോഡലിൽ. ഇതിന് ആ പ്രശ്നമല്ല, ഡിസ്പ്ലേ മാത്രമേ പോയിട്ടുള്ളൂ. ഓക്കെ, ഡിസ്പ്ലേ ഉണ്ട് ഊരി നമ്മൾ വേറെ ഡിസ്പ്ലേ. ഡിസ്പ്ലേ ഉണ്ടോ? ഓൾറെഡി ഡിസ്പ്ലേ മൊത്തം ലൈന് കാര്യങ്ങൾ വന്നിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് ഡിസ്പ്ലേ എടുക്കാം, റിമൂവ് ചെയ്യാം. ക്ലിയർ കാണാണ്ട് ഡിസ്പ്ലേയുടെ വൈറ്റ് മൊത്തം. ഓക്കെ, 4 ഭാഗം മൊത്തം ഈസിയിലെടുക്കാം നമുക്ക്. ഓക്കെ, കുറച്ച് ടൈറ്റ് നോക്കിയെടുക്കാം. ഓക്കെ, ഡിസ്പ്ലേയുടെ കോലം കണ്ടോ, നല്ല വീഴ്ചയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ എടുത്തു. മൊത്തം അടിയിൽ ഒട്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട്. MP എന്ന കമ്പനിയുടെ ആയിരുന്നു ആദ്യം ഇട്ടത്, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ നമ്മളടുത്തുള്ളത് ക്രൗൺ എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കംപ്ലൈൻറ്റ് വരാറില്ല, പെട്ടെന്ന് പൊട്ടലും ഇല്ല. അപ്പോൾ നമ്മളത് ഇടാനുള്ള പ്ലാന്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ക്ലാരിറ്റി കാര്യങ്ങൾ, ടച്ച് കാര്യങ്ങൾ എങ്ങനെയാണ്. നമ്മളടുത്ത് സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി. കണ്ടർ പ്രസ് ചെയ്ത് ബാറ്ററി കണ്ടർ ഇട്ടു, ഓണാക്കി നോക്കാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടോ. ക്രൗൺ എന്ന കമ്പനി അടിപൊളി കമ്പനിയാണ്. പിന്നെ 1 മാസം പേസ്റ്റിംഗ് വാറൻറ്റി ഉണ്ട് ഈ കമ്പനിക്ക്. ഓണായി നോക്കാം നമുക്ക്. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. എമർജൻസിയിൽ പോയിട്ട് ടച്ച് കാര്യങ്ങൾ ആണ്, എല്ലാം ഓക്കെയാണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. അങ്ങനെ ബാറ്ററി കണ്ട് ഡിസ്കണക്ട് ചെയ്യുക, ഡിസ്പ്ലേ ഊരുക. അങ്ങനെ ഒരു 4 ഭാഗത്തുനിന്ന് ക്ലീൻ ചെയ്യണം നമുക്ക്. ഓക്കെ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഡിസ്പ്ലേയുടെ 4 ഭാഗത്തും ഗമ്മിടാം. ഗമ്മിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, 4 ഭാഗം ചെറുതായിട്ട് കമ്മിടാം. അധികം കമ്മിട്ടാൽ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഗമ്മിടിൻ്റെ പ്രയോജനം എന്താണ്, ഒട്ടിക്കുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവും, അതുകൊണ്ട് ഡിസ്പ്ലേ ഒട്ടിച്ചതെന്ന് തന്നെ അറിയണ്ടാവില്ല. ഓക്കെ, അടിയിൽ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫ്രെയിമിലും ചെറുതായിട്ട് കമ്മിടാം. അടിയിലും ചെറുതായിട്ട് കമ്മിട്ടു. ഓക്കെ, പ്രോപ്പറാണ്. ഓക്കെ, 4 ചെറുതായിട്ടൊരു കമ്പൂടി. ഓക്കെയാണ്, നമുക്ക് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുമ്പോൾ അടിഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ മേൽഭാഗത്തുനിന്ന് പ്രസ് ചെയ്താൽ മതി. അടിഭാഗത്ത് നൈസിൽ പ്രസ് ചെയ്യാം, നമുക്ക് അധികം പ്രസ് കൊടുക്കല്ലേ.
അടിഭാഗം പ്രസ് ചെയ്തു, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. റബ്ബർ ബാൻഡ് നമുക്ക് സൈഡിൽ 4 ഭാഗം റബ്ബർ ബാൻഡ് ഇടാം. റബ്ബർ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി, അധികം റബ്ബർ ബാൻഡ് ഇട്ടാൽ പ്രസ്സാവും. ഓക്കെ, ഇനി നമുക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് റബ്ബർ ബാൻഡ് ഊരെടുക്കാം. 1 മണിക്കൂർ ഒട്ടാൻ വേണ്ടി സമയം പിടിക്കാറുണ്ട്. അതൊരു മണിക്കൂർ സ്കിപ്പ് ചെയ്തിരിക്കണം ഞാൻ. നമുക്ക് അടിയിൽ സ്പീക്കർ സ്ക്രൂ ഇടാം. ഓക്കെ, സ്ക്രൂ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എപ്പോഴും സ്ക്രൂ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടിഭാഗത്ത് നിന്ന് സ്ക്രൂ ഇടാം, അതാകുമ്പോൾ കറക്റ്റ് പൊസിഷന് ഫിറ്റാവും. കുറേ സ്ക്രൂ വരുന്നുണ്ട്, ഓരോ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ പൊസിഷനിൽ ഇട്ട് ഫിറ്റ് ചെയ്യും. ഓക്കെ, അടിഭാഗത്ത് പ്രോപ്പറായിട്ട് സ്ക്രൂ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മേൽഭാഗത്ത് സ്ക്രൂ കാര്യങ്ങൾ ഇടാം. ബോർഡിൻ്റെ അവിടെ ഒരു സ്ക്രൂ ഇട്ടിരുന്നു, ബോർഡ് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളത് ഊരെടുത്തു. അങ്ങനെ ഡിസ്പ്ലേ കണ്ടിട്ട് പ്രസ് ചെയ്തു. പ്രസ് ചെയ്തിട്ട് ബാറ്ററി കണ്ടിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, പ്രസ് ആയിട്ടുണ്ട്. ഓക്കെ, മേലത്തെ ഷീൽഡ് ഇടാം. അങ്ങനെ ഓരോ സ്ക്രൂ കാര്യങ്ങളും മേൽഭാഗത്ത് ഇട്ടിട്ട് നമുക്ക് ബാക്ക് പാനലിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം. അങ്ങനെ ഓരോന്ന് സൈഡ് മൊത്തം പ്രസ് ചെയ്തിട്ട് ഫിറ്റായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സിലിണ്ടർ കാര്യങ്ങളിടാം. ഓക്കെ, സിലിണ്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോണ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട്, സംഭവം സെറ്റാണ്. ക്രൗണ് ഓജി കമ്പനി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മേലെ സ്ക്രീൻ ഗാർഡ് ഇടാം. ഡിസ്പ്ലേ ഇട്ട് കഴിഞ്ഞിട്ട് സ്ക്രീൻ ഗാർഡ് ഇടണം നല്ലതാണ്. കാരണം അടുത്ത ദിവസം പിന്നെ കസ്റ്റമർ വന്ന് പറയും കയ്യിൽ നിന്ന് വീണ് ഡിസ്പ്ലേ പൊട്ടി, അപ്പോൾ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ സ്വയം അവർക്ക് ഫ്രീ ആയിട്ട് ഒരു സ്ക്രീൻ ഗാർഡ് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഡിസ്പ്ലേ മാറ്റുമ്പോൾ എന്തായാലും സ്ക്രീൻ ഗാർഡ് ഇടാൻ അവരോട് പറയണം. അത് നമ്മൾ സേഫ്റ്റിക്കാണ്. എല്ലാം പക്കയാണ്, എല്ലാം റെഡിയായി. ഓക്കെ, നമ്മുടെ ഫോൺ പുതിയ പോലെ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.